റോക്ക് ഫെല്ലറിൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. റോക്ക് ഫെല്ലർ അയാളുടെ കാലഘട്ടത്തിൽ ലോകത്തിൽ ഇന്നിപ്പം ബിൽഗേറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ അയാളുടെ കാലയളവിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു റോക്ക് ഫെല്ലർ, ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അയാൾ ലോകത്തിലെ ഏറ്റവും ധനികനായി കഴിഞ്ഞപ്പോൾ ഒരു ജേർണലിസ്റ്റ് ഇയാളുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, സർ, യു ആർ ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഇയാളെക്കാളും പണമുള്ള ആരും ഇല്ല. ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങളാണല്ലോ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി. ആർ യു സാറ്റിസ്ഫൈഡ്? റോക്ക് ഫെല്ലർ പറഞ്ഞു, നോ. വാട്ട് വിൽ മേക്ക് യു ഹാപ്പി? വാട്ട് വിൽ മേക്ക് യു സാറ്റിസ്ഫൈഡ്? എന്ത് ലഭിച്ചാൽ നിങ്ങൾ സമ്പന്നനാകും? ഇന്നാരെ പോലെ പൈസ ഉണ്ടായിരുന്നെങ്കിലെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇയാളാണ് അതിനേക്കാളും കൂടുതൽ. പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് കിട്ടിയാലാണ് നിങ്ങൾ സംതൃപ്തനാകുന്നത്? ഞാൻ പറഞ്ഞു, ഇച്ചിരി പൈസ കിട്ടിയാൽ മതിയെന്ന്. അയാളെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ. എന്നിട്ട് പറയുന്നത് എന്താ? കുറച്ച് പൈസ, ലിറ്റിൽ മോർ മണി വിൽ മേക്ക് മീ ഹാപ്പി. പക്ഷെ ആ ലിറ്റിൽ മോർ എന്ന് പറയുന്നത് തീരത്തില്ല, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സി രാധാകൃഷ്ണൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കര പറ്റണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മളെല്ലാം പറയുന്നതാണ് ഒരു കര പറ്റണം. പക്ഷേ പിന്നത്തെ പ്രശ്നം, ഒരിക്കലും കര പറ്റിയെന്ന് ഇവന് തോന്നത്തില്ല. എപ്പോഴും ഇവൻ വെള്ളത്തിലാണെന്ന് അവൻ്റെ ചിന്ത. ഇതാണ് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവാകും. ഇതാണ് ഞാൻ പറഞ്ഞത്. കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ഭൗതികതയല്ല. അതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് നിത്യജീവനിലേക്ക്. സോ ഇറ്റേണൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കാവൂ. പ്രീച്ചേഴ്സ് അങ്ങനെ പ്രസംഗിക്കാവൂ. പ്രസംഗിക്കുന്നവൻ്റെ ചിന്തയും കാര്യങ്ങളും, അല്ലെങ്കിൽ പ്രസംഗം എന്ന് പറയുന്നത് മനുഷ്യനെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം. അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി പുറത്തോട്ടൊഴുകണമെങ്കിൽ അകത്ത് നിറഞ്ഞിട്ടാണ് പുറത്തോട്ടൊഴുകുന്നത്. കർത്താവുമായിട്ടുള്ള ആ റിലേഷൻ ഉണ്ടാകുമ്പോൾ, ആ അനുഗമിക്കുന്ന പാറ, ആ പാറയിൽ നിന്ന് നമ്മൾ ആത്മാവിൻ്റെ ജലം സ്വീകരിച്ചു കഴിയുമ്പോൾ അത് നമ്മിൽ ഫില്ല് ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് ഒഴുകത്തക്ക നിലയിൽ. ഇന്ന് മാത്യു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നതിനേക്കാൾ വലുതാണ് നമ്മൾ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറയുന്നത്. അബ്രഹാമിനോട് ദൈവം പറയുന്ന വാക്ക് ഐ വിൽ ബ്ലസ് യു. മലയാളത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. പക്ഷേ ഇടയ്ക്ക് ഒരു വാക്കുകളുണ്ട് അതിനകത്ത്, ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ്. അങ്ങനെ ആ വാക്യം. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകേണ്ടതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഒരു വലിയ പ്രോസ്പെരിറ്റി പ്രീച്ചറുടെ ചർച്ചിൽ ഞാനൊരു പ്രാവശ്യം എന്നെ വിളിച്ചു, ഒരു 20 വർഷം മുമ്പാണ്. ഇപ്പോഴൊന്നും വിളിക്കത്തൊന്നുമില്ല. അപ്പോൾ അന്നുള്ള ചെന്ന്, എനിക്കറിയാം ആ ചർച്ചിൻ്റെ ട്രെൻഡ് അറിയാവുന്നത് കൊണ്ട് ഞാൻ തുടങ്ങിയത് എങ്ങനെയെന്നറിയാമോ? ടുഡേ ഐ വാണ്ട് ടു ടെൽ യു ദാറ്റ് അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് ബ്ലെസ്സിങ്. ഓ, എന്തോ ബഹളമായിരുന്നു. നമ്മുടെ ദൈവം അനുഗ്രഹങ്ങളുടെ ദൈവമാണ്. ഇളകി അങ്ങ് മറിഞ്ഞു. ഞാൻ പറഞ്ഞു, വെയിറ്റ്, നൗ ഐ വിൽ ടെൽ യു വൈ ഗോഡ് ഹാസ് ബ്ലെസ്ഡ് യു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തിനാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചത് എന്നാണ്. അപ്പോഴത്തേക്ക് ഒരു മനുഷ്യനും എല്ലാവരും അങ്ങ് ഒതുങ്ങി. ദിസ് ഇസ് എ പ്രോബ്ലം. ഞാൻ പറയട്ടെ, ദൈവം എന്തിനാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകേണ്ടതിനാണ്. ഇൻ എവ്രി വേ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഭൗതികമായ കാര്യം മാത്രമല്ല. ഈ അനുഗമിക്കുന്ന ആത്മിക പാറയിൽ നിന്ന് ആത്മാവിൻ്റെ ജലം കുടിക്കുന്നവൻ അതും പകർന്നു കൊടുക്കണം, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. അപ്പം നമ്മളെ അനുഗമിക്കുന്ന ഒരു ആത്മിക പാറയുണ്ട്. അതിൽ നിന്ന് നമ്മൾ ആത്മാവിൻ്റെ ജലം പാനം ചെയ്യുമ്പോൾ അത് നമ്മളെ നിറയ്ക്കും. എന്തിനാണ്? നമ്മിൽ നിന്ന് പുറത്തോട്ടൊഴുകുന്ന. യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായം നമുക്കറിയാവുന്ന വേദഭാഗമാണല്ലോ. അവിടെ ആലയത്തിൻ്റെ അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ട് എന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി വെള്ളം വലത്ത് ഭാഗത്തുകൂടെ കൊഴുകുന്നത് ഞാൻ കണ്ടു. ഇതെല്ലാം കൂടെ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് സംഭവം ഇത്രയേ ഉള്ളൂ, എല്ലായിടത്തും വെള്ളമാണ്. നമ്മളിത് വായിക്കുമ്പോൾ
അല്ലേ? ദിക്കെല്ലാം കൂടെ നോക്കിയും കണ്ടും പിടിച്ചു പോലെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ ആലയത്തിൽ നിന്ന് സമൃദ്ധിയായി ജലം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ അനുഗമിക്കുന്നതായ ഒരു ആത്മീക പാറ. അവിടെ ജലസമൃദ്ധിക്ക് യാതൊരു കുറവുമില്ല. എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഇടങ്ങളിലേക്കും അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആലയത്തിൽ നിന്ന് ചെറിയ ഒരു നീരൊഴുക്ക് പോലെയാണ് പുറത്തോട്ട് പോകുന്നതെങ്കിലും അത് ചുറ്റും താഴെ അവിടെ എഴുതിയിരിക്കുന്നത് വെള്ളം വലത്തു ഭാഗത്തൂടെ ഒഴുകുന്നത് കണ്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ പുരുഷൻ, നമുക്കറിയാമല്ലോ, ഞാൻ ആ ഭാഗം വിശദമാക്കുന്നില്ല, അവന് ഈ വെള്ളത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇതങ്ങ് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ്. ആദ്യം ആംഗിൾ ഡീപ്പായിരുന്നു, നീ ഡീപ്പായി, ഹിപ്പ് ഡീപ്പായി, പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദിയുടെ അവസ്ഥയായി. ഇതുപോലെയാണ് ദൈവികതയുടെ ഒരു വലിയ പ്രത്യേകത, ആത്മീയതയുടെ ഒരു പ്രത്യേകത. ഇറ്റ്സ് എബൗണ്ടിങ്. അതിങ്ങനെ ഒഴുകുക മാത്രമല്ല, അതങ്ങ് നിറഞ്ഞ് കവിയുന്നതായ ഒരു അവസ്ഥയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളുടെയും. അതുകൊണ്ട് ശമരിയക്കാരസിനോട് പറയുമ്പോഴത്തേക്ക് ഈ വെള്ളം കുടിക്കുന്നവരൊക്കെയും പിന്നെയും ദാഹിക്കും. അത് ഇത്രയേ ഉള്ളൂ. പ്ലഷർ. ലോകം നമുക്ക് തരുന്നത് പ്ലഷറാണ്, കർത്താവ് നമുക്ക് തരുന്നത് ജോയ് ആണ്. പ്ലഷറിൻ്റെ പ്രത്യേകത അത് ലിമിറ്റഡാ. ഒരിക്കലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആകത്തില്ല. പ്ലഷേഴ്സ് എപ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഈ എക്കണോമിക്സിലൊരു ടേമുണ്ട്, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. അതായത് നമ്മൾ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ ആരെങ്കിലും നമുക്കൊരു ഓറഞ്ച് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ യൂട്ടിലിറ്റി വളരെ കൂടുതലായിരിക്കും. പക്ഷേ രണ്ടാമത് ഒരു ഓറഞ്ചോട് തന്നാൽ രണ്ടാമത്തെ ഓറഞ്ചിന് അത്രയും യൂട്ടിലിറ്റി കാണത്തില്ല. 5 ഓറഞ്ച് ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ 5ാമത്തെ ഓറഞ്ച് കഴിക്കുമ്പോഴത്തേക്ക് ഇനി ഇല്ലെങ്കിലും വേണ്ട എന്നുള്ള ഒരു ചിന്ത വരും. പിന്നെയും നിർബന്ധിച്ച് ഒരു 5 എണ്ണം കൂടെ തീറ്റിച്ചാൽ നമ്മൾ ഛർദ്ദിക്കും. ദിസ് ഇസ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോകും. പക്ഷെ ജോയ് അതല്ല, ഇറ്റ് ഈസ് എബൗണ്ടിങ്. അത് ഒരിക്കലും നമുക്ക് അല്ലെങ്കിൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്നതോ മടുപ്പുണ്ടാക്കുന്നതോ അല്ല. ദാറ്റ്സ് വാട്ട് ഗാഡ് ഗിവ്സ്. ദൈവം തരുന്ന ജോയ് എന്ന് പറയുന്നത് ലോകം തരുന്ന പ്ലഷർ പോലെയല്ല. മാൻ സീക്ക് പ്ലഷേഴ്സ്. ഫാദർ പോൾ വോളീസ് എഴുതിയ ഒരു ബുക്കിനകത്തെ കാര്യമാണ്. മാൻ സീക്ക് പ്ലഷേഴ്സ് വൈൽ ഗോഡ് ഗിവ്സ് ഹിം ജോയ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, അവൻ എപ്പോഴും പ്ലഷറാ നോക്കുന്നത്. ആത്മീകത ഞാൻ ഉദ്ദേശിക്കുന്നത്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ പീപ്പിൾ, ബട്ട് ദോസ് ഹു തിങ്ക് ദേ ആർ സ്പിരിച്വൽ, ദേ ആർ ഓൾസോ ലുക്കിംഗ് ഫോർ പ്ലഷേഴ്സ്. അവർ നോക്കുന്നത് പ്ലഷറാണ്. ഇന്നിപ്പോൾ സഭയിലും ആളുകൾ നോക്കുന്നത് പ്ലഷേഴ്സാണ്. സഭയിൽ പ്രസംഗിക്കുന്നതും പ്ലഷേഴ്സാണ്, വേൾഡ്ലി പ്ലഷേഴ്സ്. ബട്ട് വാട്ട് ഗോഡ് ഗിവ്സ് ജോയ്. അവൻ തരുന്നത് ജോയ് ആണ്. അവൻ തരുന്നത് സന്തോഷമാണ്. അവൻ നമ്മളെ ചിന്തിക്കേണ്ടത് സുഖം വേണോ സന്തോഷം വേണോ? മനുഷ്യൻ സുഖങ്ങൾ അന്വേഷിക്കുന്നു, ദൈവം സന്തോഷം നൽകുന്നു. ഇവിടെ കർത്താവ് പറയാണ്, ഈ വെള്ളം കുടിക്കുന്നവൻ, ഈ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവൻ ഒരിക്കലും അവന് മതി വരത്തില്ല. ഒരിക്കലും അവൻ അതിനകത്ത് ഒരു സംതൃപ്തിയോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. പിന്നെ അവൻ വേറെ ഒരു ലെവലിലാണ് അവൻ്റെ. അത് സുഖങ്ങൾ കെട്ടടങ്ങുന്ന, അല്ലെങ്കിൽ ഈ സുഖം പോരാ. അതാണ് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം. കള്ള് കുടിക്കുന്നവന് പോലും ആദ്യം കള്ള് കുടിക്കും, കുറച്ച് കഴിയുമ്പോൾ വിസ്കി കുടിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പട്ടച്ചാരായം കുടിക്കും, പിന്നെ വിഷം കലക്കിയത് കുടിക്കും. എന്നാലേ ഏക്കത്തുള്ളൂ. ബിയർ കുടിച്ച് മാത്രം നിർത്തുന്നവരില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വിഷം എടുത്ത് കൊടുത്താലും അവൻ കുടിക്കും. കാര്യം അതാണ് പ്ലഷറിൻ്റെ, സുഖത്തിൻ്റെ പ്രശ്നം. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരോ സിഗരറ്റ് വലിച്ച് തുടങ്ങിയതായിരിക്കും, പിന്നെ കഞ്ചാവ് വലിച്ച് തുടങ്ങുമായിരിക്കും. കഞ്ചാവ് വലിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവനത് പോരാ, അവന് മാരിജുവാനായി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. പിന്നോട് ഈ കുത്തിവെക്കാൻ തുടങ്ങും. പിന്നെ ഡയറക്റ്റ് മെയിൻ ലൈൻ തലയുടെ ഞരമ്പിന് വരെ കുത്തിവെക്കും. എന്നാലേ ഇവന് പറ്റുള്ളൂ. കാര്യം ലോകത്തിൻ്റെ ഒരു പ്രത്യേകത ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. പക്ഷേ ഗോഡ്ലി തിങ് അതല്ല, എബൗണ്ടിങ് ജോയ്. അപ്പം അതുകൊണ്ട് ഈ അനുഗമിക്കുന്ന പാറയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. എപ്പോഴും നമ്മെ അനുഗമിക്കുന്നതായ ഒരു ആത്മീക പാത. പക്ഷെ അതിന് നമുക്ക് ആവശ്യമുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാഹിക്കുന്നവൻ. അതാണ് ഇതിനകത്തെ പ്രത്യേകത. അത് റെവലേഷനിൽ, വെളിപ്പാട് പുസ്തകത്തിലും ഏതാണ്ട് ഇതേ വാക്യം തന്നെ കർത്താവ് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ, ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു നിർത്തുന്നത് തന്നെ രസകരമായിട്ടാണ്. വരിക എന്ന്
ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. സി, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എൻ്റെ ഉള്ളിൽ നിന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി പുറത്തോട്ട് ഒഴുകും. അപ്പോൾ ദാഹം വേണം, ഇച്ഛ വേണം. ദാഹം, ഈ ദാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുന്നതല്ല ദാഹം. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും നേരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ വെള്ളം എനിക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, ഇച്ചിരി കുടിച്ചാൽ കൊള്ളാം. പക്ഷേ കുടിച്ചിട്ട് പറഞ്ഞാൽ ഞാനങ്ങ് ചാകാനൊന്നും പോകുന്നില്ല. എനിക്ക് അത്രയ്ക്കങ്ങ് വലിയ ദാഹമൊന്നുമില്ല. ഞാനിപ്പം ഇവിടെ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ ആരെങ്കിലും എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഓഫർ ചെയ്യുന്നു, ഇച്ചിരി വെള്ളം കുടിക്കാൻ. എന്നിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പറയണമെന്ന് വെച്ചു, ഇതിന് 1000 രൂപയാണ്. എന്നാണെങ്കിൽ ഞാൻ എന്താ പറയും? എനിക്ക് അത്രയ്ക്കും വലിയ ദാഹമൊന്നും ഇല്ലാന്ന് പറയും. പക്ഷെ ശരിക്കും ദാഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെ ദമോയിലെ മധ്യപ്രദേശിൽ ഈ പ്രവർത്തനം തുടങ്ങിയ ഒരു സമയത്ത് അവിടെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവൻ അവിടുത്തെ വെള്ളം കുളിച്ചായിരിക്കണം ഒരു ഹെപ്പറ്റൈറ്റിസ് എനിക്ക് വന്നതുപോലെ തന്നെ ഉള്ള ഒരു അസുഖം ഉണ്ടായി. എനിക്ക് പിന്നീട് വന്നിട്ടുണ്ട്. അപ്പോൾ അസുഖം ഉണ്ടായി. അവന് ജബൽപൂരിൽ കൊണ്ടുപോയി 14 ദിവസം അവൻ കോമാ സ്റ്റേജിൽ കിടന്നു. അതിനുശേഷം ദൈവം അവനെ സൗഖ്യമാക്കി, അവൻ തിരിച്ചുപോയി. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ മിഷണറിമാരെ പിള്ളേരെ എല്ലാം ഞാൻ എടുത്തിട്ടങ്ങ് ചാടിച്ചു. നീയൊക്കെ വെള്ളം കൊണ്ടുപോകത്തില്ല, അവിടുന്ന് ഇവിടുന്നുള്ള വെള്ളമൊക്കെ കുടിച്ചോളും, ഇവിടെ പോകുമ്പം വെള്ളം കൊണ്ട് വേണ്ട പോകാൻ എന്ന് ഒത്തിരി പറഞ്ഞപ്പം ജെയിംസ് പറഞ്ഞു, അച്ഛാ വെള്ളം കൊണ്ടൊക്കെയാണ് പോകുന്നത്, പക്ഷേ ഒരു കുപ്പി വെള്ളം കൊണ്ട് പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം തീരും. കാര്യം അതുപോലെ ചൂടാ, 52 ഡിഗ്രി ചൂടാ. ഞാൻ പറഞ്ഞു, 1 കുപ്പി വേണ്ട 2 കുപ്പി കൊണ്ടുപോകണം. എന്നെ പറഞ്ഞു, നാളെ നമ്മൾ പോകുന്നുണ്ടല്ലോ അച്ഛനൊന്ന് കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പട്ടേലേക്ക് പോവാം. അവൻ പോയ കൂട്ടത്തിൽ ഞാൻ എല്ലാവരും കുപ്പിയിൽ വെള്ളം എടുക്കണം, പിന്നെ ഒരു ജാറിനകത്ത് പിന്നെയും, ജാറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാനിനകത്ത് പിന്നെയും വെള്ളം എടുത്തു. എല്ലാവരും കുപ്പിയിൽ വെള്ളം എടുത്തു, ക്യാനിനകത്ത് വെള്ളം എടുത്തു. അപ്പോൾ വെളുപ്പിനെ ഞങ്ങൾ പോയതാണ്. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കുപ്പിയിലെ വെള്ളമെല്ലാം തീർന്നു. 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ജാറിലെ വെള്ളവും തീർന്നു. എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് ഒരു രക്ഷയില്ല. അവൻ ഞാൻ ചോദിച്ചു, ഇവിടെ വെള്ളമില്ലേ? വെള്ളം തീർന്നു. ഇവിടെ വെള്ളമെല്ലാം കിട്ടുമോ? ഇവിടെ ഇനി തടാകമേ ഉള്ളൂ. ഇവിടെ ഒരു അവിടെ ആണെങ്കിൽ പോത്തിനെ കുളിപ്പിക്കുന്ന തടാകമോ, അപ്പോൾ ഈ വെള്ളമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇത് കുടിച്ചാൽ ഞാൻ ചാകും, പക്ഷേ കുറച്ച് കഴിഞ്ഞേ ചാകുള്ളല്ലോ, ഇത് കുടിച്ചില്ല ഞാൻ ഇപ്പം ചാകും. അന്നേരം എന്ത് വെള്ളം കൊണ്ടു തന്നാലും ഞാൻ കുടിച്ചു. കാര്യം കുടിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. എനിക്ക് സർവൈവ് ചെയ്യാൻ വയ്യാതെ ഞാനങ്ങ് തളർന്നു പോയി, വല്ലാത്തൊരവസ്ഥ. ഉച്ചയായപ്പോഴത്തേക്ക് രാവിലെ ഇറങ്ങിയതാ, വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചിട്ട് ഇതങ്ങ് ആവിയായിട്ടങ്ങ് പോവുക, എന്ത് ചെയ്യാനാ? അപ്പോഴേ ഞാൻ മനസ്സിലായി ഈ ദാഹത്തിൻ്റെ വില എന്ന് പറയുന്നത്. അതുപോലെ ഒരു ദാഹം ഉണ്ടെങ്കിൽ എന്നാലേ, അതുകൊണ്ട് പറഞ്ഞ ദാഹിക്കുന്നവൻ വന്ന് കുടിക്കട്ടെ. നമ്മളൊക്കെ ആത്മാവിൻ്റെ കാര്യമൊക്കെ പറയും, പക്ഷെ ഇങ്ങനൊരു ദാഹമുണ്ടോ? കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള നിലയിലല്ലേ പലപ്പോഴും നമ്മുടെ ദാഹമൊക്കെ അത്രയേ ഉള്ളൂ. ആത്മാവിന് വേണ്ടിയുള്ള അഭിവാഞ്ഛയൊക്കെ ഇത്രയേ ഉള്ളൂ. കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം. അല്ലെങ്കിൽ ആ ഒരു നിലയല്ലാതെ എനിക്കിത് ലഭിച്ചേ മതിയാകൂ. ലോർഡ്, ഐ നീഡ് ഇറ്റ്, ഐ ഫീൽ ഐ വിൽ ഡൈ ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ഐ എം ഗോയിങ് ടു ഡൈ. ഇതെനിക്ക് ലഭിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറയുന്ന നിലയിലുള്ള ഒരു ആഴത്തിലുള്ള ദാഹം. അങ്ങനെ ആത്മാവിന് വേണ്ടി ഇച്ഛിക്കുന്ന വ്യക്തിക്ക് കൊടുക്കാനായിട്ട് ആ ആത്മിക പാറ പുറകെ നടക്കുകയാണ്, അനുഗമിക്കുന്നതായ ആത്മിക പാറ. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് പറയണം, ഇച്ഛിക്കുന്നവൻ, ഇതിനൊരു വില്ല് വേണം. ഇതെൻ്റെ, അതുകൊണ്ട് ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പോൾ ദാഹം വേണം. ദാഹം എന്ന് പറയുന്നത് നാച്ചുറലി നമുക്കുണ്ടാകുന്ന, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇച്ഛ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന് നമ്മൾ എടുക്കുന്ന, നമ്മുടെ സോളിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇച്ഛ എന്ന് പറയുന്നത്. ഇതുപോലെ ആത്മിക കാര്യങ്ങളിൽ നമുക്ക് ദാഹവും വേണം, ഇച്ഛയും വേണം.